ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു യാത്ര പോവുകയാണ് നമ്മുടെ സെക്കൻഡ് ചാനലായ ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സിന് വേണ്ടി. കുറേ നാളായി നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ചേച്ചി എന്താ ട്രാവൽ റീസ്റ്റാർട്ട് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോഴാണ് കറക്റ്റ് സമയമായത്. ഇതിപ്പോൾ വേനൽക്കാലം തുടങ്ങി എങ്കിലും ഇന്നും മഴയുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഓൺ ദ വേ ആണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി, 6 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ കുറച്ച് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇതിപ്പോൾ കുളത്തൂപ്പുഴ റൂട്ടിലാണ് ഞാൻ നിൽക്കുന്നത്, അതായത് കേരളത്തിൽ തന്നെയാണ്. കുളത്തൂപ്പുഴ വഴി സഞ്ചരിച്ച് തെങ്കാശി റൂട്ട് വഴി നമ്മൾ തമിഴ്നാട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ പോവാണ്. കുറേ ദൂരം ചെങ്കോട്ടை, തെങ്കാശി ഇങ്ങനെ പോകും. അപ്പോൾ തെങ്കാശിയും ചെങ്കോട്ടയൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ നിർത്തുന്നില്ല, നമ്മളിങ്ങനെ മുന്നോട്ട് പോയിട്ട് ട്രിച്ചി, തഞ്ചാവൂർ മുതലായ മേഖലകളിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ തമിഴ്നാട് വ്ളോഗ്സാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അപ്പോൾ വഴിക്കാഴ്ചകളും ഭക്ഷണ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും ക്ഷേത്രങ്ങളും ഷോപ്പിങ്ങും എല്ലാം ആയിട്ട് നമ്മുടെ യാത്ര തുടങ്ങാം. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം വരിക ഈ യാത്രയിൽ. വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. അങ്ങനെ കുറച്ച് യാത്ര ചെയ്ത് കുളത്തൂപ്പുഴ എത്തിയിട്ടുണ്ട്. കുളത്തൂപ്പുഴ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ ശാസ്താ ക്ഷേത്രം, ബാലശാസ്താവിൻ്റെ ക്ഷേത്രം കുളത്തൂപ്പുഴ. അപ്പോൾ ഓൺ ദ വേ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു യാത്ര പോവാണ്, ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോവാം. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചു. എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയോ, മനോഹരമായ ക്ഷേത്രം, വളരെ പഴക്കം ചെന്ന ക്ഷേത്രമാണ്. ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ മീനൂട്ടാണ്. അപ്പോൾ മീനിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ മീനൂട്ട് വഴിപാടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാടുകളിലൊന്നാണ്. ഇത് നോക്കിയേ, കുളത്തൂപ്പുഴ പുഴ ഒഴുകുന്നു. ഇവിടേക്ക് നമുക്ക് പടിക്കെട്ടുകളുണ്ട്, അവിടേക്ക് ഇറങ്ങിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെന്തൊക്കെ അറിയോ, മലര്, പൊരി, പിന്നെന്താ പൊരികടല, കപ്പലണ്ടി, അരി, പൂക്കൾ എല്ലാം കൂടി വരുന്നൊരു മിക്സാണ്. 2 വാങ്ങിച്ചു, ഒന്നിന് 50 റുപ്പീസ് ഈച്ച്. അപ്പോൾ അവിടെ പോയി മീനിന് കൊടുക്കാം. തലയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് തലയ്ക്കൊഴിഞ്ഞ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഐശ്വര്യം കിട്ടും. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി മീനിന് ഭക്ഷണം കൊടുക്കാം. ഇഷ്ടം പോലെ മീനുണ്ട്, ഇഷ്ടം പോലെ. പ്രാർത്ഥിച്ചിട്ട് ഇടാം. എന്തുമാത്രം മീൻ, എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ ഈ ഒരു സെറ്റ്. രാവിലെ ഒരു ചെറിയ മഴയും കൂടി ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട്. ഇപ്പോൾ ഒരു 7 മണി ആയിട്ടുള്ളൂ. ഇത് ഈ ഒരു കുളത്തൂപ്പുഴയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മേളിൽ കൂടി ഒരു പാലം, മെയിൻ റോഡാണ്. ഇതിന് ഇങ്ങോട്ട് വരാനായിട്ടുള്ള പാലമാണിത്, മെയിൻ റോഡിൽ നിന്ന്. അത് അവിടെ നോക്കിയാൽ ഇത് കാണാം. നല്ല രസമുള്ളൊരു ടോട്ടൽ ആംബിയൻസ്. ആഹാ, നൈസ്. ഓടി വരൂ. ഇത് എന്ത് സൈസാന്ന് നോക്കി. പണ്ട് വെള്ളപ്പൊക്കം വന്നപ്പോഴും ഇവരൊന്നും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഫുൾ ഫ്രഷ്. ഇവിടുത്തെ പ്രധാന വഴിപാടാണല്ലോ മീനൂട്ട്. അപ്പോൾ ഇവിടുത്തെ ബാലശാസ്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് ഈ മീനുകൾ. ഈ മീനുകൾ ആരും പിടിക്കാൻ പാടില്ല, ആരും ഒന്നും ചെയ്യാൻ പാടില്ല. കാര്യം പണ്ട് ഒരു കഥയാണ്, ആരോ വന്നിട്ട് മീനിനെ ആരും അറിയാണ്ട് പിടിച്ചിട്ട് പോയിരുന്നു. പിന്നീട് അവരുടെ വീട്ടിൽ ഫുൾ ദുരിതങ്ങളായിരുന്നു. അവസാനം തിരിച്ച് ഒരു സ്വർണ്ണ മീനിനെ ഉണ്ടാക്കി ക്ഷേത്രത്തിൻ്റെ അവിടെ കൊണ്ട് വെച്ചു എന്നാണ് പറയുന്നത്, കാണിക്കായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ആ പ്രശ്നങ്ങളൊക്കെ തീർന്നത്. അപ്പോൾ അത്രയും സേഫാണ് ഈ ഫിഷ്. ഇവിടെ ആരും തൊടില്ല. അത് പറഞ്ഞില്ല, വെള്ളപ്പൊക്കം വന്നപ്പോഴും അവരിവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അയ്യപ്പ ഭഗവാൻ ബാലകനായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ. പരശുരാമൻ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന 5 ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളാണ് ഈ ചുറ്റളവിൽ. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം ശബരിമലയാണല്ലോ. അച്ചൻകോവിൽ, കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, ഇവിടെ എല്ലാം ഇതുപോലെ അയ്യപ്പ ക്ഷേത്രങ്ങളാണ്. അപ്പോൾ അയ്യപ്പ ഭഗവാന്റെ പല സ്റ്റേജസിൽ, ബാലനായിട്ടും കൗമാരവും അങ്ങനെ യൗവനം, അങ്ങനെ പല സ്റ്റേജസിലെ പ്രതിഷ്ഠകളാണ് ഈ ഓരോ ക്ഷേത്രത്തിലുള്ളത്. അതൊരു സർക്യൂട്ട് പോലെയാണ്. ഈ ശാസ്താ ക്ഷേത്രങ്ങളെല്ലാം
ചേർന്ന് ഇങ്ങനെ ഒരു പുണ്യ ദർശനം പോലെ ആൾക്കാർ വരാറുണ്ട്. അതൊരു നല്ലൊരു പുണ്യ ദർശനം തന്നെയാണ്. ഇന്നത്തെ ക്ലൈമറ്റ് എന്ത് അനുകൂലമാണെന്ന് നോക്കിയേ, നല്ലൊരു മഴക്കോളും മഴയും. അല്ലെങ്കിൽ ഈ സമയത്ത് ഭയങ്കര വെയിലല്ലേ. യാത്ര തുടങ്ങിയപ്പോഴത്തേനും നല്ല ഓക്കെ, ഇനി സമയമില്ല, പോട്ടെ. അങ്ങനെ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇത് ചെങ്കോട്ട ഭാഗത്താണ്. ചെങ്കോട്ട ഭാഗത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു കാഴ്ചയാണ്. ശരിക്കും വനപ്രദേശത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ പഴയ മീറ്റർ ഗേജ് പോകുന്ന റൂട്ടാണിത്. നമ്മളിത് പണ്ട് ഇതുവഴി പോകുമ്പോൾ എല്ലാം ഇവിടെ എപ്പോൾ പോയാലും എത്ര പ്രാവശ്യം കണ്ടാലും മതിയാവില്ല. ഇപ്പോൾ ട്രെയിൻ വരുന്ന സമയമല്ല, അല്ലായിരുന്നെങ്കിലും നമുക്ക് കാണാം. ഈ പഴയ പാലമൊക്കെ പോയിട്ട് ഇപ്പോൾ കുറച്ച് ഡിഫറെൻ്റായിട്ട് വലിയ പുരോഗതിയാണല്ലോ, മാറ്റങ്ങൾ വന്നു. എങ്കിലും ഇത് എപ്പോഴും ഇങ്ങനെ കാണാൻ ഇഷ്ടമാണ്. ആ സൈഡിലത് ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട്. രാവിലെ നല്ല കാറ്റ്. ഇപ്പോൾ സമയം 8:30, പക്ഷേ വെയിലൊന്നുമില്ല. മഴക്കോളും കാറ്റും മാത്രമേ ഉള്ളൂ. കൊളത്തൂപ്പുഴ ക്ഷേത്രത്തിൻ്റെ അവിടെ മീനൂട്ട് നടത്തിയല്ലോ, ഒരു പുഴയുടെ തീരത്ത്. ആ പുഴ തന്നെയാണ് ഇത്. അതായത് കൊളത്തൂപ്പുഴ ആ റിവറാണ്. ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട്, ഒരുപാടില്ലെങ്കിലും ഉണ്ട്. ഇന്നലെയൊക്കെ മഴ ഉണ്ടായിരുന്നു തോന്നുന്നു മുകളിലോട്ടൊക്കെ. അത് കാരണം അത്യാവശ്യം നല്ലൊരു ഫ്ലോ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണ് ഈ കാഴ്ചകൾ. അയ്യോ, രക്ഷയില്ല. ഒരു ട്രെയിനും കൂടി ഇപ്പോൾ വന്നാൽ സഫലമാകും ഇവിടെ വന്ന് നിന്ന് ആ ഒരു ഫീല്. എത്ര പ്രാവശ്യം ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ കാലം തൊട്ട് ഞാൻ ഈ ഭാഗത്ത് വന്നിട്ട് ചെങ്കോട്ടയിലേക്കുള്ള റൂട്ടിൽ ഈ ഒരു റെയിൽവേ പാലത്തിൻ്റെ താഴെ വന്ന് നിന്നിട്ടുണ്ടറിയാം. പക്ഷേ എത്ര പ്രാവശ്യം വന്നാലും എൻ്റെ കൗതുകം തീരുന്നില്ല. അതാണ് സത്യം. പിന്നെ ട്രെയിനിൻ്റെ ടൈമിംഗ് അറിയില്ല, അല്ലായിരുന്നെങ്കിൽ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷെ നമുക്ക് മുന്നോട്ട് പോകണ്ടേ, കണ്ടിന്യൂ ചെയ്യാം യാത്ര. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓൺ ദ വേ ഹോട്ടൽ ബിന്ദു, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നടത്തുന്ന കടയാണ്. അപ്പവും അപ്പത്തിന് എന്താ മുട്ടക്കറി ഉണ്ടോ? മുട്ടക്കറി ഉണ്ടോ? ചൂടപ്പവും മുട്ടക്കറി. അപ്പോൾ നമ്മൾ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് റെയിൽവേ ട്രാക്ക് കഴിഞ്ഞിട്ട് കുറച്ച് തന്നെ മുന്നോട്ട് വന്നപ്പോഴാണ് ഈ കട. ചൂടാണ്. സാധാരണ ഒരു നാടൻ കടയാണ്. ഇവിടെ ഉച്ചയ്ക്ക് മീൽസും എല്ലാം ഉണ്ടല്ലേ? വ്യത്യസ്തമായ ചമ്മന്തിയാണോ? എന്നാശാലും തന്നോളൂ, നോക്കാമല്ലോ. ഇവിടുത്തെ ചമ്മന്തി സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. ശരി ശരി, ഓക്കെ. നല്ല ചമ്മന്തി കൊള്ളാം. പക്ഷെ എനിക്ക് ദോശയുടെ കൂടെ ചമ്മന്തി നല്ല എരിവുണ്ട്. പക്ഷെ പൂ പോലത്തെ അപ്പം. ചേട്ടാ എളുപ്പം ഒരു ചായ, ഒറ്റ ഒരു ചായ മതി, കടുപ്പം കൂട്ടി മധുരം കുറച്ച്. കപ്പലണ്ടി മുട്ടായും കൂടെ 3 എടുത്തോളൂ. ഇത് നമ്മുടെ നാടൻ. അത് 3 എടുത്തോളൂ. 3 എടുത്തിട്ടുള്ളൂ. 3 കപ്പലണ്ടി മുട്ടായും കൂടി എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയായി? 5 രൂപ അല്ലേ? ഈ യാത്ര ഞാനൊരു ഹയർഡായിട്ടുള്ളൊരു വണ്ടിയിലാണ് പോകണം കേട്ടോ, ഒരു ടാക്സി. ഇത് നോക്കിയാൽ നമ്മുടെ പലഹാരം കപ്പലണ്ടി മുട്ടായി കോമണ. പക്ഷേ ഇതങ്ങനെ എപ്പോഴും കാണാറില്ല. ഇതെന്താ പറയുക, ഓമപ്പൊടി പോലത്തെ ഇത് വെച്ചിട്ടുള്ള കപ്പലണ്ടി മുട്ടായി പോലെയുള്ള കാര്യം. എപ്പോഴും കൂട്ടിയിടണ്ട അല്ലേ നമ്മൾ അടുത്തിരിക്കുമ്പോൾ. ബ്യൂട്ടിഫുൾ ഒരു വ്യൂവിലേക്കാണ് ഞാൻ നിൽക്കുന്നത്. നോക്കി അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി ഈ കാണുന്നതൊക്കെ ചെങ്കോട്ട ഭാഗമാണ്. ഈ കൃഷി സ്ഥലങ്ങളും എല്ലാം അത് ഇവിടെ ഇങ്ങനെ നിന്ന് കാണാൻ പറ്റുന്നൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ എല്ലാ ടൂറിസ്റ്റുകളും വന്ന് പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് ഫോട്ടോസ് എടുത്തിട്ട് പോകുന്ന പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് കടകളും ഉണ്ട്, കുറച്ച് സ്നാക്സ് ചായയൊക്കെ കിട്ടുന്നത്. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കഴിയുമ്പോഴാണ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറുന്നത്. ഇപ്പോൾ ഇങ്ങനെ കയറി. പക്ഷേ ഈ കാണുന്നതെല്ലാം ചെങ്കോട്ടയുടെ കൃഷി സ്ഥലങ്ങളൊക്കെയാണ്. കൂൾ കുരങ്ങൻ. ഒരു കുരങ്ങൻ അതിൻ്റെ മുകളിൽ കൂടി, ആ കടയുടെ മുകളിൽ കൂടി നടക്കുക. ഒരാളേ ഉള്ളൂ, ബാക്കി ആൾക്കാർ എവിടെയോ ഒളിച്ചിരിക്കുക. കൂളായിട്ട് നടക്കുന്നത്.
വീണ്ടും വഴിയിലിറങ്ങുന്നു. ഇനി എന്താണെന്ന് വെച്ചാൽ ഒരു 7-8 കിലോമീറ്ററേ ഉള്ളൂ ശങ്കരൻ കോവിലെത്താൻ. നമ്മുടെ ഫസ്റ്റ് പ്രധാന ഡെസ്റ്റിനേഷനാണ് ശങ്കരൻ കോവിൽ. അപ്പോൾ അത് എത്താറായപ്പോൾ ഈ ബ്യൂട്ടിഫുൾ കാഴ്ച കണ്ട് ഇവിടെ ഇറങ്ങിയതാണ്. പാടശേഖരമാണ് ഈ ഭാഗത്തെല്ലാം, ഇഷ്ടംപോലെ ഉണ്ട്. ബോർഡറായിട്ട് തെങ്ങുംതോപ്പുണ്ട് ആ സൈഡിൽ, അപ്പുറത്ത് വാഴക്കൃഷിയുണ്ട്. ഇവിടുത്തെ ചില വയലുകളിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനാണെങ്കിൽ ഈ റോഡിൻ്റെ 2 വശത്തായിട്ടാണ് കേട്ടോ, മെയിൻ റോഡാണ്. നോക്കി എന്ത് രസമായിരിക്കുന്നു. ഇത് കൊയ്ത്ത് കഴിഞ്ഞ പാടാം. പക്ഷേ ഇവിടെ നോക്കി ഇങ്ങനെ കതിരിങ്ങനെ വിളഞ്ഞിങ്ങനെ ചരിഞ്ഞ് കിടക്കുക. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ ഈ ചാലിൽ. വാവ്, നോക്കി വയലിൻ്റെ ഭാഗത്തുള്ള ചാലാണ്. ഊറ്റാൻ തോന്നുന്നു. നല്ല രസമുണ്ട് ഈ വെള്ളം. നോക്കി കറക്റ്റ് നല്ല വെള്ളം. ഇവിടെ അവിടെ അഴുക്ക പോലെ കിടക്കുന്നു. ഇതിങ്ങനെ റിയൽ സോഴ്സിൽ നിന്ന് വരുന്ന അത് നല്ല പ്യുവർ വാട്ടറാണ്. അങ്ങോട്ടും പോയി കെട്ടിക്കിടക്കുന്ന ഭാഗമൊക്കെ അഴുക്കുണ്ട്. നെല്ലെല്ലാം ഇങ്ങനെ പഴുത്ത് വരുന്നത് നോക്കിയേ. അത് കാറ്റടിച്ചിട്ടാണ് തോന്നുന്നു എല്ലാം ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നു കുറച്ചകത്തേക്ക്. ഇതിങ്ങനെ പഴുത്ത് സ്വർണ്ണ നിറമാകാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് കുറേയൊക്കെ. പക്ഷേ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നതിന് നല്ലതല്ല തോന്നുന്നു കാറ്റടിച്ചിട്ട്. ഇപ്പോൾ നമുക്ക് ചെറുതായിട്ടിങ്ങനെ വെയിൽ വന്നു തുടങ്ങി. വെയിൽ വന്നു എന്ന് പറഞ്ഞാൽ മണി 11 കഴിഞ്ഞു. ഇതിപ്പോൾ തമിഴ്നാടല്ലേ, കേരളത്തിലേ ഉള്ളൂ മഴ, തമിഴ്നാട്ടിൽ മഴ ആയിട്ടില്ല. അയ്യോ എന്ത് രസാ. കാറ്റത്തിങ്ങനെ ചെറുതായിട്ട് അനങ്ങി തുടങ്ങി. നെൽക്കതിരുകൾ, സച്ച് എ ബ്യൂട്ടിഫുൾ. ഒരു വാത്സല്യം പോലെ തോന്നുന്നു ഇതിനെ കാണുമ്പോൾ. ഇങ്ങനെ തലോടാൻ തോന്നുന്നു. സോ ബ്യൂട്ടിഫുൾ. നമ്മൾ കഴിക്കുന്ന ചോറാണ് ഇത്. ശരിക്കും ഒരു റസ്റ്റിക് വില്ലേജ് ഒരു സീനാണ് ഇപ്പോൾ ഞാൻ നിൽക്കണ ഈ ഒരു പ്രദേശത്ത്. ഇങ്ങനെ നോക്കിക്കോളൂ, ആ റോഡിലൂടെ ഒരു പശു, അതിൻ്റെ കിടാവും അതിനെ കൊണ്ടിങ്ങനെ പോകുന്നു. അതിൻ്റെ ഓണർ നടത്തിക്കൊണ്ട് പോകണു ആ ചേട്ടൻ. ഇങ്ങനെ ഒരു ഭയങ്കര രസമല്ലേ ഇത്രയും ഭാഗം കാണാനായിട്ട്. ആളും ബഹളം ഒന്നുമില്ല. ഇത് നോക്കിയേ, കംപ്ലീറ്റ് നെല്ലും അടങ്ങി ഒടിഞ്ഞ് കിടക്കുന്ന പോലെ കാറ്റത്ത് വന്നിട്ട്. അപ്പോൾ നല്ല കാറ്റിരുന്നിരിക്കുക ഒരു സമയത്തെ. എനിക്കിവിടെ ഇവിടെ മഴ പെയ്തിരുന്നോ എന്ന് സംശയം. ഇത് ചെറിയ നെല്ലാണല്ലോ. ഇത് ഏതോ ഒരു പ്രത്യേകതര അരിയായിരിക്കും, സ്പെഷ്യൽ അരി. ഇതൊക്കെ ചെറുതാ. നമ്മുടെ ജീരകശാല പോലത്തെ അരി വല്ലതും ആണോ വെച്ചോ. അരി ഉണ്ടരി. നമ്മുടെ ജീരകശാല പോലത്തെ അരി വല്ലതും ആണോ. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. അത്ര ഭംഗിയുള്ളൊരു ലൊക്കേഷനാണിത്. സോ ബ്യൂട്ടിഫുൾ. കുറച്ച് ചെളിയൊക്കെ ഉണ്ട്. അമ്മ നല്ല ശുദ്ധമായ വെള്ളത്തിൽ കാല് കഴുകുന്നു. യെസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതറിയോ? തമിഴ്നാട്. തമിഴ്നാടിൻ്റെ ഏത് പ്രദേശത്ത് പോയാലും ഐ ലവ് തമിഴ്നാട്. ഫസ്റ്റ് ലവ് കേരളം ആണെങ്കിൽ സെക്കൻഡ് ലവ് തമിഴ്നാട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ശങ്കരൻ കോവിലേക്ക്. പക്ഷേ ഇടയ്ക്ക് ഇവിടെ ലഞ്ച് കഴിക്കാനായിട്ടൊരു നല്ല സ്പോട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ കേട്ടിരുന്നു. അതായത് സുരണ്ടേ റോഡിലേക്ക്, സുരണ്ടേ ടു ശങ്കരൻ കോവിൽ റോഡിൽ ഒരു കുഞ്ഞു കട. അപ്പോൾ അത് അവരുടെ ഒരു ഫോൺ നമ്പർ കിട്ടിയിരുന്നു. അപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ ഒരു ലൊക്കേഷൻ മാപ്പ് അയച്ചു തന്നു. അത് തപ്പിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയോ കുഗ്രാമങ്ങളുടെ അകത്തുകൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അതായത് മെയിൻ റോഡ് വിട്ടിട്ട് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കുറേ വലിയ വീടുകളുണ്ട്, പല ടൈപ്പ് ഓഫ് വീടുകളുണ്ട്. ഫുൾ ഗ്രാമമാണോയെന്ന് വെച്ചാൽ ഗ്രാമമല്ല, പക്ഷേ ഒരു പ്രത്യേക ലാൻഡ്സ്കേപ്പിലൂടെ പോവുകയാണ്. പക്ഷേ ഇതുവരെ കണ്ടുപിടിച്ചില്ല. സോ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് തമിഴ്നാട്ടിലൊരു കാഴ്ചയാണ്. ഇങ്ങനെ ഒരു വാട്ടർ ബോഡി ഉണ്ടെങ്കിൽ അവിടെ ഒരു ആൽമരം ഉണ്ടാകും, അതിൻ്റെ സൈഡിലൊരു ക്ഷേത്രം. കുറച്ച് പ്രായമുള്ള ആൾക്കാരിങ്ങനെ കിടക്കുന്നു, കുട്ടികളെ ഫ്രീ ആയിട്ട് ഫിഷിങ്. ഇങ്ങനത്തെ കാഴ്ചകളും കാണാം ഇതിനിടയ്ക്ക്. അങ്ങനെ കടയുടെ ഫ്രണ്ടിലെത്തി. കുറേ ചുറ്റി വഴി കണ്ടുപിടിക്കാൻ. ആക്ച്വലി അടുത്തായിരുന്നു, നമുക്ക് തെറ്റിയതാണ്. ഇതൊരു ടൗൺഷിപ്പിൽ തന്നെയാണ്.
തിരക്കുള്ള കടയാണ്. ഇത് ഫേമസ് ആണ് കേട്ടോ ഈ കട. ഇവിടെ ഒരു സീറ്റ് പിടിക്കുന്നതായിരിക്കും നല്ലത്, പുറത്ത് സീറ്റ് പിടിക്കും. കറക്റ്റ് പേര് പറഞ്ഞൊരു മണി അരസി. ഓക്കെ ഓക്കെ, അങ്ങനെ മണി അരസി ഹോട്ടലിലെത്തി. പേര് പേര് ശിവൻരാജ്. ഇത് ആര് നടത്തുന്ന? അമ്മ പാട്ടി, അമ്മുമ്മ, മുത്തശ്ശി നടത്തുന്ന കടയാണ്. എത്ര വർഷം പഴക്കം? 25 years ഓവർ. ഓക്കെ, ഇത് വലിയ ഫേമസ് ആട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്ന് വെച്ചാൽ കറണ്ടി ഓംലെറ്റ്, അത് വളരെ സ്പെഷ്യലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മീൽസും മട്ടൺ, പിന്നെ നാട്ടുകോഴി, അതിൻ്റെ നാട്ടുകോഴിയുടെ കുളമ്പ് പോലെ അല്ലേ, മട്ടണും അതുപോലെ. ഇതൊക്കെയാണ് പ്രധാനം. ഓക്കെ, ഇപ്പോൾ തിരക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു മീൽസ്. ആ, ഇത് പൊന്നിയരിയാ? പൊന്നിയരി റൈസാണ്. ഇവിടുത്തെ തിരക്ക് നോക്കൂ, ഇരിക്കാൻ പോലും സ്ഥലമില്ല കേട്ടോ. അകത്ത് വളരെ ചുരുങ്ങിയ സ്ഥലമേ ഉള്ളൂ. പുറത്ത് നല്ല സുഖമാണ്. ഇങ്ങനെ കാറ്റെല്ലാം ആസ്വദിച്ച് റോഡും കണ്ടിരിക്കാം. ഇത് വേപ്പ് മരമുണ്ട്, അതിൻ്റെ ചോട്ടിലാണ് ഈ ചെറിയ ഷെഡ് പോലത്തെ കട. ഇവിടെ അത്രയും നല്ല ഫുഡായതുകൊണ്ട് 25 വർഷം പഴക്കമുള്ള ഷോപ്പാണ്. ഒരു പാർട്ടിയാണ് തുടങ്ങിയിരിക്കുന്നത്. ചെറുമോനാണെങ്കിൽ നമ്മളായിട്ട് സംസാരിച്ചു. ആൾക്കാർ ഇടിയും തള്ളു പാർസൽ വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നെ കറി വരും, എന്തൊക്കെ അത് വരും. അതല്ലാണ്ട് വെജിറ്റബിൾ കറി ഇല്ല, ഒള്ളി റൈസ്, ഒള്ളി നോൺ വെജ്. അപ്പം ഒഴിക്കുന്ന എല്ലാം നോൺ വെജ് ഗ്രേവി തന്നെ. ഓക്കെ, അപ്പോൾ ഒരു കറണ്ടി ഓംലെറ്റും. ഓക്കെ, പിന്നെ ചിക്കനും കാടയാ? ആ, കാട ഒരു ഫ്രൈ. ഞാൻ ഇരിക്കുന്ന പൊസിഷൻ നോക്കി, വെരി നൈസ്. ഇതെന്നാ ഫിഷാ? എന്നാ ഫിഷ്? മഞ്ഞപ്പാര. ഓക്കെ, ഫിഷ് മഞ്ഞപ്പാര എന്നാണ് പറയുന്നത്. ഓക്കെ, ഫിഷ് നല്ല ക്രിസ്പി ഫ്രൈഡ് ഫിഷ്. ഇവിടെ നോൺ വെജ് മാത്രമേ ഉള്ളൂ കേട്ടോ, വെജില്ല. ഒഴിക്കുന്നതും അതിൻ്റെ കുളമ്പ് തന്നെയാണ്, ചാറ്. എന്ത് തിരക്കാ! ഇതല്ല എന്നാ? മട്ടൻ കറി. ഇത് ഗ്രേവിയാ? ഓക്കെ, ഇത് കൂടാതെ ഗ്രേവി സെപ്പറേറ്റ്, മട്ടൺ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഓരോന്ന് എടുക്കാൻ പറഞ്ഞിരിക്കുവാണ്. സ്പെഷ്യൽ ഐറ്റംസ്. ഇതെന്നാ? നാട്ടുകോഴി കറി. ഓക്കെ, നാടൻ കോഴിയാണ്, നാട്ടുകോഴി. ഓക്കെ, അതിൻ്റെ ഒരു കുളമ്പ്. ഇവർക്ക് ഭയങ്കര ബിസിയാണ് കേട്ടോ. കൊണ്ട് വിൽക്കുന്നു, ഓർഡേഴ്സ് ഇങ്ങനെ വരുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു, കൊടുത്തയക്കുന്നു, ഒരു ബഹളം തന്നെ. ഉച്ച സമയം ഇപ്പോൾ 1:30 മണിയായി ഏകദേശം. നമ്മൾ വഴി തെറ്റി കുറേ കിടന്ന് കറങ്ങിയല്ലോ. അപ്പോൾ കുറച്ച് സമയം ഡിലേഡ്. അപ്പോൾ കറണ്ടി ഓംലെറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കടകളിലും കിട്ടുന്ന പോലത്തെ കറണ്ടി ഓംലെറ്റ് അല്ല, ഇത് കുറച്ച് വ്യത്യസ്തമാണെന്നാണ് പറഞ്ഞത്. അത് നോക്കാം. ഒരു ചെറിയ മഴക്കോളുണ്ടായിരുന്നല്ലോ, ഇപ്പം മഴ പെയ്താൽ എന്ത് രസമായിരിക്കും അറിയാം. ഉപ്പിടാറ് ഇരുന്ന് കഴിക്കുമ്പോൾ ചുറ്റും മഴയും കൂടി ഉണ്ടെങ്കിൽ ഗംഭീരമായിരിക്കും. ചിക്കൻ ബ്രോയിലർ. ആ, ഓക്കെ. പോട്ടിക്കറിയുണ്ട്, പോട്ടി, അതായത് മട്ടൻ്റെ കുടൽ ആണ് പോട്ടി. ഞാനത് കഴിക്കുന്നതല്ല, പക്ഷേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനത് ഓർഡർ ചെയ്തു. എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ കഴിച്ചോളൂ. ഇത് നാട്ടുകോഴി, ഇത് ബ്രോയിലർ കോഴി. ഇത് പക്ഷേ ബോൺലെസ് പോലെയാണെന്ന് തോന്നുന്നു. ഓ, ഇതാ ഓംലെറ്റ് അല്ലേ, കറണ്ടി ഓംലെറ്റ്. എന്താ വ്യത്യാസം ബാക്കി ഷോപ്സിൽ നിന്ന്? ഓയിൽ ഡീപ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. സാധാരണ അങ്ങനെയല്ലല്ലോ, അല്ലാതെ അല്ലേ ചെയ്യുന്നത്, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടല്ലേ ചെയ്യുന്നത്. ഓ, ഇവിടുത്തെ കറണ്ടി ഓംലെറ്റ് ഇസ് ഡിഫറെൻറ്റ്. അത് ഡീപ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്, ഷാലോ ഫ്രൈ അല്ല. ഓക്കെ, അപ്പോൾ ഉള്ളിൽ സോഫ്റ്റ് അല്ല, സോഫ്റ്റ് തന്നെയാണ്, സെയിം സോഫ്റ്റ് തന്നെ. ഓക്കെ, കറണ്ടിയോ ചിക്കൻ 65 വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് കാണിക്കുവാണ്. ഇനി എന്നിട്ട് കഴിച്ചു തുടങ്ങാം. ആഗ്രഹിച്ച കാര്യം ദൈവം ഇങ്ങനെ സാധിച്ചിരുന്നതൊക്കെ. മഴ ചാറുന്നു. ആഹാ, മഴ ചാറുമ്പോൾ അകത്തേക്ക് മഴവെള്ളം വീഴുന്നു. ദൈവമേ, ഇവിടെ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരുമോ അകത്തേക്ക്? ഇങ്ങനെ മഴ കാറ്റടിച്ചിട്ടേ കുറച്ച് അകത്തേക്ക് കൊണ്ട് ചെറുതായിട്ട് ഡ്രസ്സിൽ. പിന്നെ എപ്പോഴാണെങ്കിലും തമിഴ്നാട് പ്രദേശത്ത് അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമ്മൾ കേരളം വിട്ട് സഞ്ചരിക്കുമ്പോൾ, വീട് വിട്ട് സഞ്ചരിക്കുമ്പോൾ തന്നെ എവിടെയെങ്കിലും പോയാൽ വെള്ളം കുടിക്കുന്ന എപ്പോഴും നമ്മൾ എന്താ പറയുക, മിനറൽ വാട്ടർ സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ബോയിലിംഗ് വാട്ടർ ആയിരിക്കണം. അത് ഭയങ്കര ബോയിലിംഗ് വാട്ടർ കിട്ടാൻ പാടാ. ഹലോ, മഴത്തുള്ളി ക്ഷണിച്ച് വരുത്തിയതാണ്. ഇപ്പോൾ ഇത് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെയുണ്ട് മഴ.
മഴ ഇങ്ങനെ ഭയങ്കര ശക്തമായാലും ഇങ്ങോട്ട് വരും. നല്ല രസമുണ്ട്, കാറ്റടിച്ചിട്ടേ അയ്യോ ഈ ഇലകളൊക്കെ കരിഞ്ഞ ഇലകൾ, അത് വാടിയ ഇലകളൊക്കെ പറക്കുന്നു. അപ്പോൾ നല്ല കാറ്റും മഴയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വരുൺ ഇവിടെ പക്കത്തിലെയാ? ഓ വരുൺ ഇങ്ങനെ പരിചയപ്പെടാൻ പറ്റുന്നത്. എവിടെയാ? ആ അവിടെ ഉള്ള ആളാ? കേരളയാ? അത് പഠിക്കുന്ന അവിടെയാണോ? പെരുവ അല്ലേ? ഓക്കെ ഓക്കെ, പഠിക്കുന്ന അവിടെയാണോ കേരളത്തിൽ? ആ യൂട്യൂബ് ചാനൽ ഇടാം, വരും വരും. കാട ഫ്രൈ സ്മോൾ പീസാക്കിയാണ് അല്ലേ? ഓ അത് കൊള്ളാലോ, ദാറ്റ്സ് നൈസ്. ഞാൻ ഇങ്ങനെ കാട ഫ്രൈ കണ്ടിട്ടേ ഇല്ല കേട്ടോ. സാധാരണ എപ്പോഴും അത് ഫുൾ ഫ്രൈ ആയിട്ടാണ് വരുന്നത്. ഇത് വളരെ കൺവീനിയൻ്റ് ആണ്, ഇങ്ങനെ ആയാൽ കഴിക്കാൻ ഈസി ആയിരിക്കും കാട ഫ്രൈ. ചിക്കൻ 65 സ്ഥലമില്ല. ഓക്കെ താങ്ക് യു. ഓക്കെ അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ. ഇത് കഴിക്കാനായിട്ടാണ് ആൾക്കാർ ഓടി വരുന്നത്, ഇവിടെ നിന്നൊക്കെ വരുന്നു. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരും എല്ലാവരും പാർസൽ വാങ്ങാനൊക്കെ ഭയങ്കര തിരക്ക്. അപ്പോൾ തുടങ്ങിയതോ നൈസ് വൈറ്റ് പൊന്നിയരി ചോറ്. ഇവരുടെ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് മട്ടനാണ്, ആദ്യത്തെ ഫേമസ്. അപ്പോൾ അതിൻ്റെ തന്നെ ഗ്രേവി ഇങ്ങനെ വയ്ക്കുന്നത്. ഓക്കെ ഇവരുടെയൊക്കെ കുളമ്പ് പറഞ്ഞാൽ കുറച്ച് ലൂസ് ഗ്രേവി ആയിരിക്കും. മട്ടണൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെരി നൈസ്, വ്യത്യസ്തമായ വേറെ ടേസ്റ്റാണ്. കാട ഈ ഫാമിലി ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. നോക്കും അടിപൊളി. അവിടെ കാട ഫ്രൈ എസ്പെഷ്യലി എടുത്ത് പറയണം, ഗംഭീരം. ഓംലെറ്റ് ഡിഫറെൻ്റ് ആണ്, ഡീപ് ഫ്രൈ ചെയ്താണ് എടുത്തിരിക്കുന്നത്, വറുത്ത് കോരുമായിരുന്നു. വെരി നൈസ്, അടിപൊളി. മഞ്ഞപ്പാര എന്നാണ് പറഞ്ഞത്. കൊള്ളാം, ഒരു ഫിഷി ടേസ്റ്റ്, നമുക്ക് ഫിഷാണെന്ന് ഒരു ഫീലിംഗ് വരും. അത് കൊള്ളാം. ഇത് നാട്ടുകോഴി, അതിൻ്റെ അരപ്പ് വെച്ചിട്ടാണ് ആ ഗ്രേവി എക്സ്ട്രാ അവർ കൊടുക്കും. അല്ലാതെ വേറെ ഒഴിക്കാൻ അങ്ങനെ ഒന്നുമില്ല, വെജിറ്റേറിയൻ ആയിട്ട് ഒന്നുമില്ല, ഒൺലി നോൺ വെജ്. ഒരു നോൺ വെജിൻ്റെ സംസ്ഥാന സമ്മേളനം. ചിക്കൻ 65 സോ സോഫ്റ്റ്, വെരി നൈസ്, വെരി വെരി നൈസ്. അപ്പോൾ ഈ ഭക്ഷണമെല്ലാം ഞാനെല്ലാം കഴിക്കാൻ പോകണം, നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്യട്ടോ. കഴിച്ചു നോക്കട്ടെ. ഫ്രഷ് വാഴയിലൊക്കെ കൊണ്ട് ആൾക്കാർ ഇവിടെ സ്ഥിരം സപ്ലൈ ചെയ്യുന്ന ആളാന്ന് തോന്നുന്നു, ചേട്ടൻ. ഇതാണ് ഈ കടയുടെ ഉടമസ്ഥ, അതായത് പാട്ടി, വേറെ ഗ്രാൻഡ് മദർ. ഇപ്പോൾ സെക്കൻഡ് ജനറേഷനാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും പാട്ടിയുണ്ട്, പാട്ടിയുടെ കൈപുണ്യമാണ്. ഇത് 25 എത്ര വർഷമായിരിക്കും? 10-30 വർഷത്തോളമായി. ഓക്കെ, പാട്ടി പേരെന്ന്? അമരാവതി. ഓ ഓക്കെ, അമരാവതി പാട്ടിയുടെ ഷോപ്പാണ്. അത് അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും അല്ലേ? സെയിം, ഒന്നും മാറ്റമൊന്നും വരുത്തിയില്ല, സെയിം. ഒരു രക്ഷയില്ലാത്ത ബിസിനസ്സാണ് ഇവിടെ. അവർക്ക് അത്രയും തിരക്കാണ്, എന്നാലും വലിയ ഇതൊന്നും ചെയ്തിട്ടില്ല, മാറ്റങ്ങളൊന്നും. ആൾക്കാർക്ക് ഇതാണ് ഇഷ്ടം, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ പാട്ടി ரொம்ப നന്നായിരിക്കും. ഓക്കെ താങ്ക് യു. ഇത്രയും കാര്യങ്ങൾ കഴിച്ചല്ലോ, കുറേ എല്ലാ ഐറ്റവും വാങ്ങിച്ചു. എന്നിട്ട് 600 രൂപയായിട്ടു, 590 രൂപയായിട്ടുള്ളൂ. ഭയങ്കര ലാഭം. കുറച്ച് ലാഭമേ ഉള്ളൂ. നിങ്ങൾക്ക് ലാഭം ഉണ്ടോ? കുറച്ച് അത് മതിയല്ലേ? ശരി ഓക്കെ. എല്ലാം എங்கள் വീട്ടാള്, വെളിയിൽ ആരുമില്ല, എല്ലാം വീട്ടുകാർ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഇത് മകൾ, ഇത് മക, അത് മക, ഇത് മരുമക, ഇത് ഓ ഇത് മരുമകള്, ഇത് മകള്. പേരക്കുട്ടികള്, 2 പേരക്കുട്ടികള്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മകള്, മരുമകള്, പേരക്കുട്ടി, എല്ലാ വീട്ടിലെ ആൾക്കാരാണ്. അപ്പോൾ ലാഭമൊക്കെ ഇത്രയും മതിയെന്ന് പറയുന്നത്. ശരി, ഓക്കെ താങ്ക് യു. അപ്പോൾ ഷോപ്പിൻ്റെ പേര് മണിയറസി. ഇവിടെ തമിഴിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, അത് കാരണം നമുക്ക് പെട്ടെന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചാണ് പറഞ്ഞത് മണിയറസി. പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണ്. പിന്നെ ഇത് ഒരു സൈഡിലേക്ക് തെങ്കാശി റൂട്ടും, ഒരു 25 കിലോമീറ്റേഴ്സ് ഇവിടെ നിന്ന് അങ്ങോട്ട് തെങ്കാശിയാണ്. തെങ്കാശിയിൽ നിന്ന് വരികയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി, 25 കിലോമീറ്റേഴ്സ് മിഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ അങ്ങോട്ട് പോയാൽ ശങ്കരൻ കോവിൽ.
ഇത് രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് വരും ഈ സ്ഥലം. കടയാലുരുട്ടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ എക്സാക്റ്റ് പേര്, കടയാലുരുട്ടി. ഓക്കെ, അപ്പോൾ ഇതുവഴിയൊക്കെ സഞ്ചരിക്കുമ്പോൾ തെങ്കാശി വരെ വരികയാണെങ്കിൽ വന്ന് ഒന്ന് കഴിച്ചു നോക്കൂ. അപ്പോൾ ഇനി ഡിലേഡ് ആയിക്കൊണ്ടിരിക്കുന്നു, നമുക്കിനി ശങ്കരൻകോവിലിൽ പോകണം. മഴ കഴിഞ്ഞതുകൊണ്ട് ഇവിടെയൊക്കെ ഇച്ചിരി വെള്ളം. ഇവിടെ നോക്കുമ്പോൾ നോക്കിയൊരു ക്യൂട്ടൊരു കട. ആ ഒരു വേപ്പ് മരത്തിൻ്റെ ചോട്ടിൽ 2 സൈഡിലും ഓരോ വേപ്പ് മരമാണ്. അങ്ങനെ സഞ്ചരിച്ച് ഫൈനലി എത്തണം എന്ന് ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. ഇന്നത്തെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇവിടാണ്, ശങ്കരൻകോവിൽ. ഇതേ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടല്ലോ, ഇവിടെ ഒരു ചെറിയ പ്രൊസഷനൊക്കെ ഉണ്ട്, അമ്മൻകുടയൊക്കെ ആയിട്ട്. ക്ഷേത്ര ഗോപുരം പിന്നിലൊക്കെ കാണാം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നേർച്ചകളാണ്. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഒരു യാത്ര ചെയ്ത് വന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ